സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം, ബില്ലുകളും ചെക്കുകളും മാറാൻ കഴിയാത്ത വകുപ്പുകളിൽ നിന്നും സമ്മർദ്ദം വന്നതോടെ അത്യാവശ്യ ബില്ലുകൾക്ക് ഇന്നുകൂടി ധനവകുപ്പ് സമയം അനുവദിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറും തകരാറിലാണ്. അതേസമയം സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം ഇല്ലെന്ന് ധനമന്ത്രി ന്യായീകരിച്ചു. സാമ്പത്തിക വർഷത്തിന്റെ അവസാനം സർക്കാർ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ബില്ലുകളും ചെക്കുകളും മാറാൻ കഴിയാത്ത അവസ്ഥയാണ്. പല വകുപ്പുകളിൽ നിന്നും സമ്മർദ്ദം വന്നതോടെ അത്യാവശ്യ ബില്ലുകൾ ഇന്നുകൂടി മാറാൻ ധനവകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ തയ്യാറാക്കുന്ന പ്രൈസ് സോഫ്റ്റ്വെയറും തകരാറിലായതോടെ ജില്ലാടിസ്ഥാനത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണ ബില്ലുകൾ ട്രഷറിയിൽ നൽകാൻ സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വകുപ്പ് സെക്രട്ടറിമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നേരത്തെ കത്ത് നൽകിയിരുന്നു. സോഫ്റ്റ്വെയർ തകരാറിന് പുറമെ പദ്ധതി നിർവഹണത്തിന്റെ അവസാന ഘട്ട തുക ധനവകുപ്പ് അനുവദിക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമായി. ഈ മാസം 22 വരെ ട്രഷറിയിൽ വരുന്ന ബില്ലുകൾ പാസാക്കി നൽകാനും ബാക്കി തുക വരുന്ന ബില്ലുകൾക്ക് ക്യൂവിലേക്ക് വിടാനുമായിരുന്നു വകുപ്പിന്റെ തീരുമാനം. ഇതിനനുസരിച്ച് ടോക്കണുകൾ വിതരണം ചെയ്യും. എന്നാൽ ഭൂരിഭാഗം ബില്ലുകളും ഈ വർഷം മാറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് മാറ്റാനാണ് സാധ്യത. അതേസമയം സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണമില്ല എന്നും ബില്ലുകൾ തയ്യാറാക്കാൻ കഴിയാത്തത് പഞ്ചായത്ത് സോഫ്റ്റ്വെയറിന്റെ തകരാറ് മൂലമാണെന്നുമാണ് ധനമന്ത്രിയുടെ ന്യായീകരണം. ജനം, തിരുവനന്തപുരം.